നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നമ്മളെ എന്തോ വിസ്മയം കാണിക്കാൻ പോകുന്നത്രേ. നമുക്കേതായാലും അതൊന്ന് കണ്ടുകളയാം. ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാവും. ഇന്ത്യയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFന്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോകും. കോൺഗ്രസ് നേതാവ് BS അനൂപ് BJPയിൽ ചേർന്നു. നീ വേണോ? മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കൊട്ടാരക്കര UDF മുൻ സ്ഥാനാർത്ഥിയുമായ R രശ്മി BJPയിൽ ചേർന്നു. അല്ല, ഇനി വേണോ? കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് KPCC സെക്രട്ടറിയായ തൊടിയൂർ രാമചന്ദ്രൻ. ഇനി വേണോ? ഇനി വേണോ? ഇനി വേണോ? ഇനി വിസ്മയങ്ങൾ വേണോ? KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ സഹോദരൻ BJPയിൽ അംഗത്വമെടുത്തു. ഈ വിസ്മയം എന്നൊക്കെ പറഞ്ഞപ്പോ ഉള്ളിലെങ്കിലും ചിരിച്ചിട്ടില്ലേ? എന്ത് വിസ്മയം ഒന്നും ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ അരടസം വിസ്മയം നടന്നില്ലേ? ഹെജ്ജാതി വിസ്മയങ്ങളാണല്ലേ. ഇതിലും കൂടി ആ വിസ്മയങ്ങളൊന്നും നമുക്ക് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് തന്നെ മുഴുവൻ ലിസ്റ്റും വന്നിട്ടില്ല. ഈ വിസ്മയങ്ങളുടെ കാര്യം പറയുമ്പോൾ മുൻപ് നടന്ന വിസ്മയങ്ങളുടെ കാര്യം കൂടെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന K കരുണാകരൻ്റെ മകളും അതേപോലെ തന്നെ AK ആൻ്റണിയുടെ മകനുമൊക്കെ ഇപ്പോൾ BJPയിലാണ്. അതും വിസ്മയങ്ങൾ തന്നെയാണ്. അതുമാത്രമല്ല, ഈ ലിസ്റ്റ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഓരോ ദിവസവും ഇടതുപക്ഷത്തുനിന്നും വലതുപക്ഷത്തുനിന്നും പ്രമുഖരും അല്ലാത്തവരുമായിട്ടുള്ള നേതാക്കളും അണികളുമൊക്കെ നിരന്തരം വിസ്മയം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻപൊക്കെ നമ്മൾ ഒരു 5-6 വർഷത്തിന് മുമ്പ് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമായിരുന്നു നമ്മൾ ഇത്തരം വാർത്തകൾ കേട്ടിരുന്നത്. അതിനവരിവിടെ ഓപ്പറേഷൻ ലോട്ടസ് എന്നൊക്കെ പേര് പറഞ്ഞിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ അത് അന്ന് വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ കേരളത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഓപ്പറേഷൻ ലോട്ടസ് എന്നൊരു പേര് പോയിട്ട് ഓപ്പറേഷൻ എന്ന് പോലും അവർ പറയുന്നില്ല. കാരണം അവർക്കറിയാം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇതിനി കോൺഗ്രസിൻ്റെ വിസ്മയം ഇങ്ങനെയാണെങ്കിൽ CPMൽ ഇതിലും വലിയ വിസ്മയങ്ങളാണ് നടക്കുന്നത്. അവിടെ നിലവിൽ MLA ആയിരുന്ന ആൾ CC മുകുന്ദൻ എന്ന ആൾ BJPയിലെത്തി. മറ്റൊരു ആൾ, അയാൾ 2 തവണ MLA ആയതാണ്, വൈക്കത്ത് K അജിത്ത് എന്ന് പറഞ്ഞ ആൾ. അയാളും BJPയിലെത്തി. ഇനി വേറൊരാളുണ്ട്, ഇടുക്കി ജില്ലക്കാരനായിട്ടുള്ള രാജേന്ദ്രനും BJPയിലെത്തി. ഇവരുടെ 3 പേരുടെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ 3 പേരും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരുടെയൊക്കെ സംരക്ഷകരാണ് ഇടതുപക്ഷം എന്നൊക്കെയാണെന്നല്ലോ നമ്മളെ പറഞ്ഞവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ പോലും അവർക്ക് രക്ഷയില്ലാതെ നിവൃത്തിയില്ലാതെ എത്രമാത്രം അവഹേളനങ്ങളും അവഗണനയും സഹിച്ചതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ അവർ BJPയിലേക്ക് വരിക, അല്ലെങ്കിൽ സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കും വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിസ്മയമല്ല, ഇത് ശരിക്കും ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ ഇളക്കിയ ഒരു സംഗതി തന്നെയാണ്. കാരണം അവർക്ക് ഇപ്പോഴും ആ ഒരു ആഘാതത്തിൽ നിന്ന് അവർക്ക് മോചിതരാവാൻ പറ്റിയിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറിയോ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള ആളുകൾ, അതും അതാത് പ്രദേശങ്ങളിൽ 4 പേര് അറിയപ്പെടുന്ന വ്യക്തികളായിട്ടുള്ളവരാണ് BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പലരും BJPയുടെ സ്ഥാനാർത്ഥികളാവുന്നു. അങ്ങനെ വി ഡി സതീശൻ്റെ പാർട്ടി മാത്രമല്ല വിസ്മയം കാണിച്ചുകൊണ്ടിരിക്കുന്നത്, മത്സരിച്ച് CPMും വിസ്മയം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്നാലും ഈ വി ഡി സതീശനെ പോലെ ഇനിയും വിസ്മയങ്ങൾ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം ഗോവിന്ദൻ എന്നാണ് രംഗത്ത് വരുന്നത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. വിസ്മയത്തെപ്പറ്റി പറയാൻ ഗോവിന്ദൻ വരാതിരിക്കില്ല. നമുക്ക് കാത്തിരിക്കാം.